ആലപ്പുഴയിൽ നിന്ന്, മുട്ടാറിൽ നിന്ന് ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, അവിടെ ഇപ്പോൾ വലിയ തരത്തിൽ നമുക്കറിയാം ഈ മഴ കനക്കുമ്പോഴേ വല്ലാത്ത ആശങ്ക ഉണ്ടാകുന്നതാണ് ആലപ്പുഴ ജില്ല. കുട്ടനാട്ടിലടക്കം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വൈകി എന്നുള്ളത്, അതോടൊപ്പം തന്നെ പാളിച്ച പറ്റി എന്നുള്ളത് കണ്ടതുമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ മഴയുടെ ഒരു സാഹചര്യം? ഷാജഹാൻ നിൽക്കുന്ന മുട്ടാറിലെ സാഹചര്യം എങ്ങനെയാണ്? ദുരിതാശ്വാസ ക്യാമ്പുകൾ എത്രയെണ്ണം തുറന്നിട്ടുണ്ട്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് സർക്കാർ അവിടെ നടത്തിയിട്ടുള്ളത്? ഷാജഹാൻ, സംസ്ഥാനത്ത് വരുന്ന 4 ദിവസങ്ങൾ കൂടി അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം, കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. 8 ജില്ലകളിൽ റെഡ് അലർട്ടും 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഉണ്ടാകുമെന്നാണ്. നേരത്തെ ഇന്ന് രാവിലെ വരെയുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വരും ദിവസങ്ങളിൽ ആ മഴയുടെ ശക്തി കുറയുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. 8 ജില്ലകളിൽ റെഡ് അലർട്ടാണ്, 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എങ്ങനെയാണ് ആലപ്പുഴയിൽ ആശങ്ക ഉയരുകയാണ്? സിജു, ആലപ്പുഴയിലും ശക്തമായ മഴയായിരുന്നു. ഏതാണ്ട് അല്പസമയം മുൻപ് വരെ നല്ല ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുട്ടാർ പഞ്ചായത്തിലാണ്. മുട്ടാർ പഞ്ചായത്തിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. ഈ ക്യാമ്പ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. രതീഷ്, ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാൻ കാര്യം എത്രത്തോളം അപകടകരമായ നിലയിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ക്യാമ്പുകളിലേക്ക് പ്രായമുള്ള ഓരോ ആളുകളെ കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ക്യാമ്പിൽ എത്തണമെങ്കിൽ പോലും വള്ളത്തിൻ്റെ സഹായം വേണം. ഇപ്പോൾ കുട്ടനാട് MLA അടക്കം ഈ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ ഇവർ ലോറികളിലും മറ്റും കയറ്റി നമുക്ക് കാണാം. അതിൻ്റെ പുറത്ത് ലോറി കിടപ്പുണ്ട്. ആ ലോറിയിൽ കയറ്റിയാണ് ആളുകളെയൊക്കെ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നത്. എന്തായാലും കുട്ടനാട്ടിൽ ഈ ജലനിരപ്പ് ഇത്രയും ഉയരാൻ കാരണം പ്രധാനമായിട്ടും 2018 പ്രളയത്തിന് ശേഷം പ്രോപ്പറായിട്ട് തൊട്ടപ്പള്ളി സ്പിൽവേയും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ജോലികളും, കാര്യം വെള്ളപ്പൊക്കം ഉണ്ടാകാതിരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തൊട്ടപ്പള്ളി സ്പിൽവേയുടെ 70 മീറ്റർ മാത്രമാണ് തുറന്നിരിക്കുന്നത്. 300 മീറ്റർ തുറന്നാൽ മാത്രമേ ഈ വെള്ളം പൂർണ്ണമായിട്ടും കടലിലേക്ക് ഒഴുകി പോകുള്ളൂ. കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷത്തിനിടയിൽ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം സർക്കാർ നടത്തിയ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 300 മീറ്ററായിട്ട് അത് ഉയർത്തിയത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് 70 മീറ്റർ മാത്രമാണ് തൊട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളം കുട്ടനാട്ടിൽ കെട്ടിക്കിടക്കുന്നത്. വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ഷാജഹാൻ ഉൾപ്പെടെയുള്ള കൈരളി ടീം പോയ വള്ളം മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നു ആ സംഭവം? സിജു, ശക്തമായ ഒഴുക്കിലൂടെയാണ്. കാര്യം നമുക്കറിയാം, കിഴക്ക് നിന്ന് നല്ല ഒഴുക്കിലൂടെയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ MLA അടക്കമുള്ള മാധ്യമ സംഘം ഒരു വള്ളത്തിലേക്ക് മാത്രമേ ഇങ്ങോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത് ഇടയ്ക്ക് വെച്ച് വരുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ശക്തമായ ഒഴുക്കിൽ വള്ളത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും വളരെ വേഗത്തിൽ ആ വെള്ളം ഒഴുകി പോവുകയായിരുന്നു. അതിനുശേഷം ഒരു വലിയ പാലത്തിൻ്റെ കുറ്റിയിൽ വന്ന് അതിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും വലിയൊരു അപകടമായേന സംഭവിക്കും. ഇതിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഇത്രയധികം ഇതുപോലെ വെള്ളം ഇതുവരെ വന്നിട്ടില്ല. 2010 ആദ്യത്തെ വെള്ളപ്പൊക്കത്തിന് ഇത്രയും വന്നില്ല. ഇതിപ്പോൾ ഇരട്ടി വെള്ളമായി കിടക്കുക. ഇതിപ്പോൾ നമ്മൾ വീടെല്ലാം വിട്ട് പോകേണ്ടി ഒഴുകി പോകുന്നു. വെള്ളം ഒഴുകി അങ്ങോട്ട് പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ ആ റോഡ് മുറുകിയില്ലേ, മുറുകി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് വെള്ളം കിളരുക. മുട്ടാറ് നമ്മുടെ ഈ സൈഡിലോട്ട് ഭയങ്കരമായിട്ട് വെള്ളം ഇപ്പം കയറാത്ത വീട്ടിൽ കൂടെ ഇപ്പം വെള്ളം കയറിക്കൊണ്ടിരിക്കുക. 2018 അതിനേക്കാൾ കൂടുതലായിട്ടാണ് ഇപ്പം കാണിക്കുന്നത്. കുറച്ച് ഇത് നമ്മൾ സാധാരണ ഇപ്പം ഉരുൾ പൊട്ടിയതാണോ, ഡാം തുറന്നതിനേക്കാൾ കൂടുതൽ ഉരുൾ പൊട്ടിയപ്പോൾ വെള്ളമായി ഭയങ്കരമായി. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തീർന്നത്. അപ്പം ഇവിടെ തന്നെ ജീവിതം വലിയ പാടായിട്ടുണ്ട്. കാര്യം ഇത്രയും വെള്ളം പ്രതീക്ഷിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് എന്തോ ഒരു കഷ്ടമാണ് തരത്തില്ല. ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും? മനു, നാട്ടുകാരുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. കാര്യം ഇത്രയധികം ഒരു വെള്ളം അവർ പ്രതീക്ഷിച്ചില്ല. കാര്യം അത്രത്തോളം വെള്ളമാണ്. നമ്മൾ നിൽക്കുന്ന ഈ സ്കൂളല്ല, ഇതൊരു പള്ളിയാണെന്ന് തോന്നുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ ഇത്രയധികം, അതെ, സ്കൂളിന്റെ താഴെ വെള്ളം കയറാൻ സാധ്യതയില്ലാത്തതാണ്. പക്ഷേ ഇത് ഈ സ്കൂളിൽ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഇതിന്റെ ആദ്യത്തെ നിലയിൽ വെള്ളം കയറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഷാജഹാനോട് നേരത്തെ സംസാരിച്ച ആൾ തന്നെ പറഞ്ഞത് 2018 വലിയ വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്നു. വെള്ളം കയറിയിട്ടുണ്ട്. ഇത്തവണ മഴയുടെ തോത് കൂടിയിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ ഈ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്, VD സതീശൻ സർക്കാരിന് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുന്നുണ്ട്. നേരത്തെ ഷാജഹാൻ പറഞ്ഞ പോലെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷം അന്നത്തെ സർക്കാർ, LDF സർക്കാർ കൃത്യമായി തന്നെ പഠനങ്ങൾ നടത്തുന്നു, ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ നദികളിലെ നീരൊഴുക്ക് തടസ്സപ്പെടാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അതിനെ തടസ്സപ്പെടുത്തിയവരാണ് ഇന്ന് ഭരിക്കുന്ന VD സതീശൻ സർക്കാരും കോൺഗ്രസും.
തീർച്ചയായിട്ടും സുജു സൂചിപ്പിച്ച പോലെ തന്നെ കാര്യം അന്ന് കടലിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയിട്ട് തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴിമുഖം തുറക്കുകയും അവിടെ നിന്ന് മണൽ നീക്കം ചെയ്യുകയും ചെയ്തു. അത് പൊതുമേഖലാ സ്ഥാപനത്തിനാണ് മണൽ നൽകിയിരുന്നത്. കാര്യം അത് ധാതു വസ്തുക്കളൊക്കെ അടങ്ങിയ മണൽ പൊതുമേഖലാ സ്ഥാപനത്തിനാണ് നൽകിയിരുന്നത്. പക്ഷേ അതിനന്ന് ഒട്ടനവധി അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച UDF സർക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് അവരിപ്പോൾ ഈ തോട്ടപ്പള്ളി പൊഴിമുഖം തുറന്നില്ല? കാര്യം അവിടെ ഏതാണ്ട് 70 മീറ്റർ മാത്രമാണ് തുറന്നിരിക്കുന്നത്. 300 മീറ്റർ തുറന്നാൽ മാത്രമേ ഈ വെള്ളം ശക്തമായിട്ട് കടലിലേക്ക് ഒഴുകി പോവുള്ളൂ. അതിനുള്ളൊരവസരം നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ വെള്ളം കുട്ടനാട്ടിൽ തന്നെ കെട്ടിക്കിടക്കാൻ കാരണം. പഴയതുപോലെ കടലിലേക്ക് വെള്ളം ഒഴുകി പോകുന്നില്ല. മാത്രവുമല്ല പല സ്ഥലങ്ങളും അടഞ്ഞു കിടക്കുന്നു. തോട്ടപ്പള്ളിയിൽ തന്നെ ഏതാണ്ട് 40 ഷട്ടറുകളിൽ പകുതിയിലധികവും കിടക്കുന്നുള്ള പോളയും മാലിന്യങ്ങളും കൊണ്ട് അടഞ്ഞു കിടക്കുന്നു. ഇത് നീക്കം ചെയ്തിട്ടില്ല. അമ്പലപ്പുഴ മണ്ഡലത്തിലാണ്. ഈ അമ്പലപ്പുഴ മണ്ഡലത്തിൽ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കാര്യം ഇത് കൃത്യമായിട്ട് ഈ വെള്ളം കടലിലേക്ക് ഒഴുകി പോകുന്നതിനുള്ള യാതൊരുവിധ മുൻകരുതലുകളും ഉദ്യോഗസ്ഥ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വ്യക്തം. അതിൽ ഈ ഉദ്യോഗസ്ഥർ ചെയ്യണമെങ്കിൽ സർക്കാർ കൃത്യമായ നിർദ്ദേശം കൊടുക്കണം, ഏകോപനം നടത്തണം. ആ ഉദ്യോഗസ്ഥർ ഇതിന് പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരെല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ട് പലയിടങ്ങളിലും കൊണ്ടിട്ടിരിക്കുന്നു. ഈ ഇത്തരമൊരു സന്ദർഭം വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കുറേയധികം NGO അസോസിയേഷൻ്റെ ഉദ്യോഗസ്ഥർ, അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഷാജഹാൻ പറഞ്ഞ വാക്കിൽ നിന്ന് പോളെ അടക്കം നീക്കം ചെയ്തിട്ടില്ല. എന്തെടുക്കുകയായിരുന്നു അവർ, എന്ത് ചെയ്യുകയായിരുന്നു ഈ സർക്കാർ എന്നുള്ള ചോദ്യത്തിന് ആ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാനാകില്ല. തീർച്ചയായിട്ടും സുജു സൂചിപ്പിച്ച പോലെ തന്നെ കാര്യം കൃത്യമായിട്ട് സാധാരണ ഇത്തരത്തിൽ കാലവർഷത്തിന് മുൻപായിട്ട് തന്നെ ജില്ലാ തലങ്ങളിൽ യോഗങ്ങൾ ചേരുകയും ജനപ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ആ യോഗത്തിൽ നിർദ്ദേശങ്ങൾ നൽകുകയും മണൽ നീക്കം ചെയ്യുന്നതിന് നടപടികൾ ആവശ്യം വന്ന ഘട്ടത്തിലൊക്കെ ചെയ്യുകയും ചെയ്യും. ഏതാണ്ട് 10-15 JCB ഉപയോഗിച്ചാണ് അടിയന്തര ഘട്ടങ്ങളിലൊക്കെ മണൽ നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ 2 JCB മാത്രം കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രവുമല്ല ആ മണൽ പൂർണ്ണമായിട്ടും അവിടെ കിടക്കുകയാണ്, തടസ്സം, അതായത് ഈ ഒഴുക്കിന് തടസ്സമായിട്ട് തന്നെ കിടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കിടക്കുന്നുള്ള പോളയും മാലിന്യങ്ങളും ഒക്കെ തന്നെ ഷട്ടറുകളിൽ അടഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് തന്നെ നീരൊഴുക്ക് ശക്തി പ്രാപിക്കുന്നില്ല. ഇങ്ങനെ ഈ വെള്ളം കുട്ടനാട്ടിൽ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു സാഹചര്യം കുട്ടനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്.